ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പത്തിരിക്കും നെയ്ച്ചോറിനും ചോറിനൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറാണ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത്. ചട്ടിയിലും ഇതേ രീതിയിൽ നല്ല നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 കപ്പ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് വരുന്ന ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് അല്ല കേട്ടോ, ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറികളിൽ ചേർക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും രുചികരമായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം 2 പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളി നല്ലപോലെ വെന്തൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണേ. അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ കല്ലുപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. അപ്പോൾ പൊടിപ്പിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കല്ലുപ്പിനെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് ആ ഒരു ചിക്കൻ്റെ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളം തന്നെ ഉണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 3 വിസിലിൽ ഇത് വേവിച്ചെടുക്കാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലോട്ട് 3 ഏലക്ക, 1 പീസ് പട്ട, ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നൊരു സമയത്ത് നമുക്ക് അതിലോട്ട് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഉണക്കമുളക് എന്നിവ ചേർത്ത് ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ആ ചട്ടിക്കടന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരപ്പും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ചേർത്ത് ഇതിലോട്ട് വറവിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ച് പിറ്റേന്നേക്ക് ഒക്കെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.